ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ ബേസിക് സയൻസ്, അതായത് പ്രാവശ്യം മുതൽ നിങ്ങൾക്ക് ബേസിക് സയൻസ് അല്ല, അതായത് ബേസിക് സയൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ തന്നെ 3 വിഷയങ്ങളുണ്ടായിരിക്കും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ ഒരൊറ്റ ബുക്കായിട്ടാണ് ബേസിക് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ബേസിക് സയൻസിലെ ഫിസിക്സിലെ 1ാമത്തെ പാഠമായ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന പാഠമാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം ടെക്സ്റ്റ് ബുക്കിനെ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ളത്, ഏതൊക്കെ പാഠങ്ങളാണ് ഓരോ വിഷയങ്ങളിൽ വന്നിരിക്കുന്നത്, അതൊക്കെ നോക്കാം. അതിനുശേഷം നമുക്ക് 1ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. ഫിസിക്സിലെ 1ാമത്തെ പാഠം മുഴുവനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നുണ്ട്. അതിലെ എല്ലാ കാര്യങ്ങളും, നോട്ട്സും, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളും, അതുപോലെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളും നമ്മളിതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടാവുക ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതായത് ഏതൊക്കെയാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 3 പാഠങ്ങൾ, അതായത് യൂണിറ്റ് 1 മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്, 2ാമത്തെ മോഷൻ ആൻഡ് ഫോഴ്സ്, 3ാമത്തെ പ്രഷർ എന്ന് പറയുന്ന 3 പാഠങ്ങൾ ഫിസിക്സ് ആണ്, ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദെൻ അടുത്ത 3 പാഠം 4, 5, 6 കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, ദെൻ എലമെൻറ്റ്സ് ആൻഡ് കമ്പോണൻറ്റ്സ് ആൻഡ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, അത് 3 എന്താണ് കെമിസ്ട്രിയുടെ പാഠങ്ങളാണ്. ദെൻ അവസാനത്തെ 7, 8, 9 ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീഅപ്പ് ഗോഡ്സ് ആൻഡ് ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ്, സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്നീ 3 പാഠങ്ങളും ബയോളജിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ 3 വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി 1ാമത്തെ പാഠമായിട്ടുള്ള ഫിസിക്സിലെ പാഠമാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം പോകാം. ചാപ്റ്റർ 1 മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്, അതായത് അളവുകളെ കുറിച്ചും അതുപോലെ തന്നെ യൂണിറ്റുകളെ കുറിച്ചിട്ടുമൊക്കെയാണ് നമ്മൾ ഈ പാഠത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു കോൺവേഴ്സേഷൻ, സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ദ എൻജിൻ ഓഫ് ദിസ് കാർ ഈസ് മാനുഫാക്ചർ ഇൻ ജപ്പാൻ ആൻഡ് അതർ പാർട്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ആ കുട്ടി പറയുന്നതാണ്, ഹൗ ക്യാൻ വി പെർഫെക്റ്റ്ലി അസംബിൾ ദ പാർട്സ് മാനുഫാക്ചർ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. അതായത് ആ വ്യക്തി പറയാണ്, ഈ കാറിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് ജപ്പാനിലാണ് നിർമ്മിച്ചിട്ടുള്ളത്, അതിനുശേഷം മറ്റുള്ള പാർട്സ് എവിടെ നിന്നാണ്, ഇന്ത്യയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആ കുട്ടി എന്താണ്, ഇങ്ങനെ പല രാജ്യങ്ങൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ എങ്ങനെയാണ് ഇത്രയും കൃത്യമായിട്ട് നമുക്ക് യോജിപ്പിക്കുവാൻ കഴിയുന്നത് എന്ന് ആ കുട്ടി ആലോചിക്കുകയാണ്. ഹാവ് യു നോട്ടീസ് ദ ചിൽഡ്രൻസ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, റൈറ്റ് ഇറ്റ്. അതായത് നിങ്ങൾ ഈ കുട്ടി പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ ആ സംശയം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, നിങ്ങൾക്ക് അതിനോട് എന്താണ് അഭിപ്രായം, നിഗമനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, എന്താണ് അപ്പോൾ ആ കുട്ടി പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അത് എഴുതാവുന്നതാണ്. then അടുത്തത്, അപ്പം to solve such problems in our daily life, it is necessary to measure and state the characteristic properties of object and phenomena. Such measurable quantities are physical quantities. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് ഇതുപോലെയുള്ള മാറ്റം അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഈ ഒബ്ജക്റ്റുകൾ, വസ്തുക്കളുടെ എല്ലാത്തിനെയും ഒരു പൊതുവായിട്ടുള്ളൊരു എന്താണ് സ്റ്റേറ്റ്, ക്യാരക്ടറൈസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്റ്റ്, അതായത് പൊതുവായിട്ടുള്ള കുറച്ച് സവിശേഷതകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഒബ്ജക്ട്സും ഫിനോമിനകളുള്ള ഇങ്ങനെയുള്ള മെഷർ ചെയ്യുന്ന അളവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്സർവ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ഇൻ അവർ ലൈഫ്, ഫൈൻഡ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ഈച്ച് ഓഫ് ദം. അതായത് താഴെ നമുക്ക് കുറച്ച് ജീവിത സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതും ഓരോന്നും എന്താണ്, അതായത് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ എന്താണ്, മണ്ണ് കുഴിച്ചെടുക്കുന്ന ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ ആ അളവ് നോക്കുകയാണ്. ദെൻ അടുത്തത് എന്താ, തക്കാളി അളവ് നോക്കുന്നതിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ 3ാമത്തെ ചിത്രം എന്ന് പറയുന്നത് 1.4 എന്ന് പറയുന്നത് എന്താണ്, 1.4 എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ അളവ് നോക്കുകയാണ്. ദെൻ 5ാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഓടുമ്പോൾ എത്ര സ്പീഡ് ഉണ്ടെന്ന് നോക്കുകയാണ്. അതുപോലെ തന്നെ അടുത്തത് എന്താണ്, ബ്ലഡിൽ എത്ര പ്രഷർ ഉണ്ട് അതൊക്കെ നോക്കുന്നതാണ്. ദെൻ അടുത്ത ലാസ്റ്റത്തെ എന്താ, പനി ഉണ്ടോ, ടെമ്പറേച്ചറൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിത സന്ദർഭങ്ങളിലുള്ള ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്.
ദെൻ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്, കുറച്ച് സിറ്റുവേഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതാണെന്ന് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു മെഷറിംഗ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ്, അതായത് ആ കുഴിയുടെ ആഴം അളക്കുന്നതാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെങ്ത് എന്ന് പറയുന്നതാണ്. ലെങ്ത് വെച്ചിട്ടില്ലേ നമ്മളത് നോക്കുക. ദെൻ അടുത്തത് എന്താണ്, മെഷറിംഗ് ദ വെയിറ്റ് ഓഫ് വെജിറ്റബിൾസ്, പച്ചക്കറികളുടെ തൂക്കം നോക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ മാസാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ അടുത്തത് ടേക്ക് ഇൻ മെഷർമെൻറ്റ് ബൈ എ ടൈലർ മെഷർമെൻറ്റ്, അളവെടുക്കുന്നത് എന്താണ്, നമ്മൾ അതെന്തിനാണ്, നമ്മൾ ലെങ്ത്ത്, നമ്മളതും ലെങ്ത്ത് തന്നെയാണ്, നീളമാണ് നമ്മൾ എടുക്കുന്നത്. നാലാമത്തത് ദെൻ യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ്, അതായത് ഈ ഓട്ട മത്സരങ്ങളിലൊക്കെ നമ്മൾ സ്റ്റോപ്പ് വാച്ചിന് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ എത്ര ടൈം നോക്കാനാണ്. അപ്പോൾ ടൈം എന്നാണ് എഴുതേണ്ടത്. അഞ്ചാമത്തത് മെഷറിംഗ് ബ്ലഡ് പ്രഷർ, ബ്ലഡിൻ്റെ പ്രഷർ അളക്കുന്നത് എന്താണ്, പ്രഷർ എന്ന് പറയുന്നതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ദെൻ ആറാമത്തത് മെഷറിംഗ് എ ബോഡി ഹീറ്റ്, അതെന്താണ് ബോഡി ഹീറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറാണ് അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഈ ലെങ്ത്ത്, മാസ്, ലെങ്ത്ത്, ടൈം, പ്രഷർ, ടെമ്പറേച്ചർ ഇവയൊക്കെ എന്താണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. Then in all the above situations, physical quantities help the solve to practical problems suitably. അതായത് ഇപ്പോൾ നമ്മൾ മേലെ കൊടുത്തിട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഫൈൻഡ് ആൻഡ് റൈറ്റ് മോർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഇതുപോലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എഴുതാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലെങ്ത്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ ഒക്കെ പറഞ്ഞ്, അപ്പോൾ ഇതുപോലെ നമുക്കറിയാവുന്നത് ഏതൊക്കെയാണ്, സ്പീഡ്, വോളിയം, ഏരിയ, അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ക്യാൻ ഓൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ബി മെഷർഡ് ഡയറക്ട്ലി, അതായത് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ നേരിട്ട് തന്നെയാണോ അളക്കുന്നത്. ഇൻ സിറ്റുവേഷൻസ് വേർ ഡയറക്റ്റ് മെഷർമെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ, അതായത് ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ശരിയായിട്ട് നേരിട്ടിട്ട് അളക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളുണ്ട്. ദെൻ ക്യാൻ യു റൈറ്റ് ദം വിത്ത് റെഫറൻസ് ടു അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതായത് മറ്റുള്ളതുമായിട്ട് അളവ് ബന്ധപ്പെടുത്തിയിട്ട് നമ്മളോട് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നതുണ്ട്. ദർ ആർ മെനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എമംഗ് ദം ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് ആൻഡ് luminous intensity are called fundamental quantities. അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ ലെങ്ത്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറൻറ്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദിസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇഫ് സോ വാട്ട് ഈസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, അതായത് മറ്റുള്ള എല്ലാ അളവുകളും നമ്മൾ പ്രസ്താവിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സത്യത്തിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്, അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. അതായത് എന്താണ് മറ്റുള്ളതുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് എന്താണ് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ക്വാണ്ടിറ്റീസ് അളവുകളുമായിട്ടൊന്നും മറ്റുള്ള അളവുകൾ ഉപയോഗിച്ചിട്ട് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് പറയാൻ കഴിയാത്തതുമായിട്ടുള്ള അളവിലെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെറുതായി മനസ്സിലാക്കി വെക്കേണ്ടത് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുക, അതുപോലെ തന്നെ cannot be expressed in terms of other quantities. അടുത്തത് ഫൈൻഡ് ഔട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെൻഷൻ ഇൻ ദ ടേബിൾ 1.1 ആൻഡ് ലിസ്റ്റ് ദം ബിലോ. അതായത് 1.1 നമ്മൾ കൊടുത്തിട്ടുള്ള ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് അത് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്, ലെങ്ത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈം, മാസ്, ടെമ്പറേച്ചർ, അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഇൻ അവർ ഡെയിലി ലൈഫ് വി യൂസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓൺലി, അതായത് നമ്മുടെ ഈ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മാത്രമാണോ യൂസ് ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, വാട്ട് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ദ സിറ്റുവേഷൻസ്. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നൊക്കെ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, അതായത് ഒരെണ്ണം പെയിൻറ്റ് കൊടുക്കുന്നത്, അതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സിറ്റുവേഷൻസ് ആണ്. ഇങ്ങനെ അതുപോലെ തന്നെയാണ് നമ്മുടെ മെഷർമെൻറ്റ്, അതായത് ഒരു ലിക്വിഡ് അളക്കുന്നത് കൊടുത്തിട്ടുണ്ട്, 2 എണ്ണം അങ്ങനെ അളക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കും എന്താണ്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഏരിയ ആണ് ഒന്നാമത്തേൽ, രണ്ടാമത്തും മൂന്നാമത്തും വോളിയം ആണ്. അപ്പോൾ നമ്മൾ വോളിയം എന്ന് ഇവിടെ എഴുതാം. റെക്കോർഡ് ഹൗ ഈച്ച് ഓഫ് ദം ഈസ് ഫൗണ്ട് ഔട്ട് ആൻഡ് കംപ്ലീറ്റ് ദ
ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. അതായത് എങ്ങനെയെല്ലാമാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവ ഓരോന്നും കണ്ടെത്തുന്ന വിധമാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ സിറ്റുവേഷൻസ് കൊടുത്തിട്ടുള്ളത് ഫോർ പെയിൻറ്റിങ് ദ വാൾ, അതായത് ചുമര് പെയിൻറ്റ് അടിക്കുന്ന ചിത്രമാണ് 1.8 എന്ന് പറയുന്നത്. ഞാൻ അതിൽ നോക്കുകയാണ് മനസ്സിലാക്കും അവിടെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ഏരിയയാണ് യൂസ് ചെയ്യുന്നത്. ഏരിയ. അപ്പോൾ ഏരിയ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ L ഇൻറ്റു B, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഏരിയ കണ്ടെത്താൻ പറ്റുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സിറ്റുവേഷൻ മെഷർമെൻറ്റ് ഓഫ് എ മെഡിസിൻ അല്ലെങ്കിൽ ലിക്വിഡ്, അതായത് ഏതെങ്കിലും ലിക്വിഡൊക്കെ അളക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വോളിയമാണ്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ നമുക്കറിയാം അതായത് സർക്കംഫറൻസ് ഓഫ് മെഷറിംഗ് ജാർ, അതായത് അതിൻ്റെ ആ സർക്കംഫറൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയാം. അങ്ങനെയാണ് നമുക്ക് വോളിയം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാകും ഇവിടെ എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലെങ്ത് ആണ്. ആദ്യത്തേതിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, രണ്ടാമത്തേതിൽ ലെങ്ത് ഉണ്ട്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നും നമുക്ക് പറയാവുന്നതാണ്. ഇവിടെ വിച്ച് ആർ ദ ക്വാണ്ടിറ്റീസ് യൂസ്ഡ് ടു ഹിയർ ടു ഫൈൻഡ് ഏരിയ ആൻഡ് വോളിയം. ഏരിയയും വോളിയയും കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്ത ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ലെങ്ത് ഒക്കെയാണ്. ലെങ്ത്തും ബ്രെഡ്ത്ത്, ഓൾ ഓഫ് ദിസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോർഷൻസ് ആർ ഇൻ ദ. അപ്പോൾ അതായത് നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണ് ഇത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ല, ഏരിയയും വോളിയവും എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്താണ് അങ്ങനത്തെ ഉള്ളതിനെ നമ്മൾ പറയുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻസ് റെപ്രസെൻറ്റ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി കോൾഡ് ലെങ്ത്. അതായത് രണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ദൂരത്തെ നമ്മൾ പറയുന്നതാണ് നീളം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ വി ഹാവ് യൂസ്ഡ് ടു ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓഫ് ടു ലെങ്ത് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഏരിയ ആൻഡ് വോളിയം. ഏരിയയും വോളിയവും നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ലെങ്ത് ആണ്. സച്ച് ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതായത് അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിന് നമ്മൾ പറയുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നൗ റൈറ്റ് എ ഡെഫിനിഷൻ ഫോർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ എന്താണ് ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതായത് ക്വാണ്ടിറ്റീസിന് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ അടിസ്ഥാനമാക്കി പറയുന്നതിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഏരിയ, വോളിയം എന്ന് പറയുന്നതൊക്കെ. അതൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ എക്സ്പ്രസ് ചെയ്തിട്ടാണ് പറയുന്നത്. സി ഹൗ ദ മാസ് ഈസ് മാർക്ക്ഡ് ഓൺ ദ ഗ്യാസ് സിലിണ്ടർ. അപ്പോൾ ഇവിടെ ഗ്യാസ് സിലിണ്ടർ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് മാസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? മാസ് മാർക്ക്ഡ് ഓൺ ദ സിലിണ്ടർ എന്ന് പറയുന്നത് എന്താ? 40 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടാണ് അതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 40.2 കിലോഗ്രാം. ഹിയർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ദ മാസ് ഈസ് ഇൻഡിക്കേറ്റഡ് യൂസിങ് ദ ന്യൂമറിക്കൽ വാല്യൂ ദാറ്റ് ഈസ് എന്താണ്? 40.2 മാഗ്നിറ്റ്യൂഡ് ആൻഡ് യൂണിറ്റ് ഈസ് ദാറ്റ് കിലോഗ്രാം ആണ്. കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റിലാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സിമിലർലി കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഷോൺ ഇൻ ദ പിക്ചർ ബിലോ അലോങ് ദെയർ ന്യൂമറിക്കൽ വാല്യൂസ് ആൻഡ് യൂണിറ്റ്സ്. അതായത് ഇതുപോലെ താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആ ചിത്രത്തിൽ നോക്കി മനസ്സിലാക്കിയിട്ട് ന്യൂമറിക്കൽ വാല്യൂസും യൂണിറ്റും ഒക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ആ ചിത്രം നോക്കിയാൽ മനസ്സിലാകും. ആദ്യത്തിൽ പനി നോക്കുന്ന ഒരു സന്ദർഭമാണ്. അതുപോലെ തന്നെ ഫിഗർ 1.13 എന്താണ് പറയുന്നത്? 1.13 പറയുന്നത് ഹൈറ്റ് ആണ് നോക്കുന്നത്. 1.4 അതിൻ്റെ മാസ്സാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻസിൻ്റെ ഫിഗറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് ആദ്യത്തിൽ നമ്മൾ ടെമ്പറേച്ചർ ആണ്, അവിടെ ചൂട്, പനിയാണ് നോക്കുന്നത്, താപം. ദെൻ ഹൈറ്റ് ഓഫ് ദ ബോയ് ആണ് അടുത്തത് നോക്കുന്നത്. ദെൻ അടുത്തതുപോലെ തന്നെ മാസ് ഓഫ് ദ ബോട്ടിലാണ് നോക്കുന്നത്. ബോട്ടിലിൻ്റെ മാസ് എത്രയാണെന്ന് നോക്കുന്നത്. ദെൻ ന്യൂമറിക്കൽ വാല്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ഇതിൽ 37.8 ആണ് ന്യൂമറിക്കൽ വാല്യൂ. ദെൻ അടുത്തതിൽ ആ കുട്ടിയുടെ നീളം എന്ന് പറയുന്നത് എന്താ? 165 ആണ് നീളം. ദെൻ അടുത്തത് മാസ് ഓഫ് ദ ബോട്ടിൽ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൻ്റെ സെൽഷ്യസ് ആണ്. ദെൻ എന്താണ്? ഹൈറ്റിൻ്റെ എന്താണ്? സെൻറ്റിമീറ്റർ ആണ്, അതായത് ലെങ്ത് ആണ്. ദെൻ മാസിൻ്റെ കിലോഗ്രാം ആണ്. അപ്പോൾ മോഡ് ഓഫ് ദ മേക്കിംഗ് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 37.8
9.8 degrees Celsius, then a 165 centimeter, then 1 kilogram. അതായത് സെൻറ്റിമീറ്റർ, കിലോഗ്രാം, സെൽഷ്യസ് എന്നൊക്കെ പറയുന്നത് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ ടേബിൾ എബവ്. നിങ്ങൾ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ടേബിളിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് വാല്യൂ ഫോളോഡ് ബൈ ഇറ്റ്സ് യൂണിറ്റ്. അതായത് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ മനസ്സിലാക്കുന്നത്, അതിൻ്റെ അത് തിരിച്ചറിയുന്നത് അതിൻ്റെ സംഖ്യയും ആ ന്യൂമറിക്കൽ വാല്യൂയും അതുപോലെ തന്നെ യൂണിറ്റും ചേർത്ത് എഴുതുമ്പോഴാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് യൂണിറ്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മാർക്ക് ദ ഹൈറ്റ് ഓഫ് എ ചൈൽഡ് ഇൻ യുവർ ക്ലാസ് ഓൺ ദ വാൾ യൂസിങ് എ പെൻസിൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് ഈ ചിത്രത്തിൽ കൊടുത്തിച്ച ഫിഗറിൽ കൊടുത്ത പോലെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ഹൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അളവ് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഈച്ച് വൺ ഈസ് ദ ക്ലാസ് മേ ബി മെഷർ ദ ഹൈറ്റ് ഓഫ് ദിസ് യൂസിങ് 2 sticks ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത്. റെക്കോർഡ് ദ മെഷർമെൻറ്റ്സ് ഇൻ യുവർ സയൻസ് ഡയറി. അതായത് ഇങ്ങനെ എന്തെങ്കിലും സ്റ്റിക്ക്, ഈർക്കിലൊക്കെ ഉപയോഗിച്ച് കുട്ടികളുടെ ഉയരം ഓരോരുത്തരുടെയും എന്താണ് വ്യത്യസ്ത നീളമുള്ള 2 ഈർക്കിൽ ഉപയോഗിച്ചിട്ട് നിങ്ങളോട് അളന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ട് സയൻസ് ഡയറിയിൽ ആ മെഷർമെൻറ്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ടീച്ചറുടെ സഹായത്തോടെ ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കും ഇത്. ദെൻ ഫിൽ എ ബക്കറ്റ് വിത്ത് വാട്ടർ. അതായത് ഒരു ബക്കറ്റിൽ വെള്ളം ഫുൾ എടുക്കുക. ദെൻ മെഷർ ദ വാട്ടർ ഇൻ ഇറ്റ് വിത്ത് 2 glasses ഓഫ് ഡിഫറെൻറ്റ് സൈസ് 1.16. അതായത് ആ ചിത്രത്തിലുള്ളത് പോലെ 1.16 പോലെ നിങ്ങൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് വ്യത്യസ്ത വലുപ്പങ്ങളുള്ള 2 ഗ്ലാസ്സുകളിൽ വെള്ളം അളന്ന് നോക്കുക. അതിൻ്റെ അളവും നിങ്ങളോട് സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ടാബ്ലേറ്റ് ദ മെഷർമെൻറ്റ് ഫ്രം ദ ബോത്ത് ആക്ടിവിറ്റീസ് റിട്ടൺ ദ സയൻസ് ഡയറി. അതായത് നിങ്ങൾ ഈ സയൻസ് ഡയറിയിൽ എഴുതിയിട്ടുള്ള ഈ ആക്ടിവിറ്റീസിനെ കൊടുത്തിട്ടുള്ള ആ അളവുകൾ ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സയൻസ് ടീച്ചർ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നതായിരിക്കും. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ 1.4 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ലെങ്ത് ആണ്. അപ്പോൾ നിങ്ങൾ ലോങ്ങർ സ്റ്റിക്ക് വെച്ചിട്ടുള്ളപ്പോൾ എത്രയാണ് ആയത്, ഷോർട്ടർ സ്റ്റിക്ക് വെച്ചപ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ് ഉണ്ടായത്, ദെൻ അതുപോലെ തന്നെ മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അത് നോക്കാനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുക. ദെൻ നിങ്ങൾ ആ കംപ്ലീറ്റ് ചെയ്ത ടേബിൾ വെച്ചിട്ടാണ് ഇനിയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അനലൈസ് ദ ടേബിൾ. 2 different reference objects were used in each case to determine physical quantities. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സന്ദർഭങ്ങളിൽ, സിറ്റുവേഷൻസിൽ 2 തരത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് നോക്കിയിട്ടുള്ളത്. ഇൻ ബോത്ത് കേസ് ആർ ദ മെഷർമെൻറ്റ് ഒബ്റ്റെയിൻ ദ സെയിം അല്ലായിരിക്കും അല്ലേ. നമ്മൾ രണ്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ് നമുക്ക് ലഭിക്കുക. ദെൻ വൈ ആർ ദ മെഷർമെൻറ്റ് ഈസ് നോട്ട് ഈക്വൽ. എന്തുകൊണ്ടാണ് ഈക്വൽ അല്ലാത്തത്? ബിക്കോസ് സ്കെയിൽസ് ആർ ഡിഫറെൻറ്റ്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ സ്റ്റിക്ക് വ്യത്യസ്തമായിട്ടുള്ളതായതുകൊണ്ടാണ്. ദെൻ വെൻ എവറി വൺ യൂസസ് ദ സെയിം റെഫറൻസ് ഒബ്ജക്റ്റ് ഈസ് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ദ സെയിം ടു ഗെറ്റ് ദ സെയിം മെഷർമെൻറ്റ് വി ഷുഡ് യൂസ് സെയിം സ്കെയിൽസ്. ഓക്കെ, ദെൻ വെൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഈസ് മെഷർ എനിവർ ഇൻ ദ വേൾഡ് ദ മെഷർമെൻറ്റ് ഷുഡ് ബി സെയിം, റൈറ്റ്? അതായത് നമ്മൾ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എല്ലായിടത്തും സെയിം കിട്ടണം അല്ലേ. ഫോർ ദിസ് എവറി വൺ ഷുഡ് ബി അഡോപ്റ്റ് എ ഫിക്സ്ഡ് റെഫറൻസ്. ദിസ് ഈസ് കോൾഡ് ദ യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ അങ്ങനെ നമുക്ക് ലോകത്തിലുള്ള എല്ലാവരും അളക്കുമ്പോഴും ശരിയായിട്ടുള്ളൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് എന്ത് പറയുന്നത്, ആ യൂണിറ്റാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എ യൂണിറ്റ് ഈസ് എ സെൻട്രലൈസ്ഡ് റെഫറൻസ് ആക്സെപ്റ്റഡ് യൂണിവേഴ്സലി ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നല്ല രീതിയിൽ കൃത്യമായി തന്നെ നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലോകത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു യൂണിറ്റാണ് എന്ത് പറയുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. Past different units were used for measurements and according in each regions. അതായത് പണ്ട് കാലങ്ങളിൽ അതായത് ഓരോ യൂണിറ്റുകളാണ് ഓരോ രാജ്യക്കാരും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തുള്ള ആളുകളും യൂസ് ചെയ്തിരുന്നത്. ഫോർ എക്സാമ്പിൾ യൂണിറ്റ്സ് ലൈക്ക് ദ ഫുഡ്, ക്യൂബിക് ആൻഡ് ഹാൻഡ്സ് പവർ യൂസ്ഡ് യൂഷ്വലി ടു മെഷർ ദ ലെങ്ത്. അതായത് നമ്മൾ ലെങ്ത് ഉപയോഗിക്കാൻ പല രാജ്യങ്ങളിൽ പല പ്രദേശങ്ങളിൽ യൂസ് ചെയ്തത് ഫൂട്ട് വെച്ചിട്ടുള്ളത്, അതായത് കാല് കടക്കുക, അതുപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് 1 ക്യൂബിക് എന്ന് പറയുന്നത് അത്രയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ 1 ഹാൻഡ്സ് പവർ എന്ന് പറയുന്നത് കയ്യിൻ്റെ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു അവർ ലെങ്ത് മെഷർ ചെയ്തിരുന്നത് പണ്ട് കാലത്ത്. ദെൻ ഡിഫറെൻറ്റ്
ഡിഫറെൻറ്റ് യൂണിറ്റ്സ് were also used in other countries. അതായത് പലതരത്തിലുള്ള മറ്റുള്ള യൂണിറ്റ്സുകളിൽ പല രാജ്യങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. വാട്ട് വുഡ് ബി ദ പ്രാക്ടിക്കൽ പ്രോബ്ലം ഓഫ് യൂസിങ് ഈച്ച് യൂണിറ്റ്സ്? അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ, ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് പ്രാക്ടിക്കൽ പ്രോബ്ലം? എന്ത് പ്രശ്നമാണ് നമ്മൾ നേരിടുന്നത്? ലോ അക്യുറൻസി, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇത് ലഭിക്കാതെ വരും. അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി ഫോർ ദ പീപ്പിൾ ഇൻ അതർ റീജിയൻസ് ടു അനലൈസ് മെഷർമെൻറ്റ്സ്. അതായത് നമ്മുടെ ഈ പ്രദേശത്തുള്ള മെഷർമെൻറ്റ് മറ്റുള്ള പ്രദേശക്കാർക്ക് അറിയില്ല, അപ്പോൾ അവർക്ക് തമ്മിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അവർക്ക് മെഷർമെൻ്റ് ഒക്കെ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ലാക്ക് ഓഫ് യൂണിഫോമിറ്റി ആൻഡ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷനൊക്കെ അത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. By today, the unit meter is used everywhere in the world to measure length. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ മീറ്ററാണ് ലോകത്തിലുള്ള എല്ലാ പ്രദേശങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും യൂണിറ്റ് ആണ് നമ്മൾ ലെങ്ത്ത് നീളം അളക്കാൻ ഉപയോഗിക്കുന്നത്. എന്താണ്? മീറ്ററാണ്. സിമിലർലി there are internationally accepted units for all the other physical quantities. ഇതുപോലെ തന്നെ അന്താരാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റ്സുകളുണ്ട് മറ്റുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനല്ല. ദിസ് ഈസ് കോൾഡ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അപ്രൂവേറ്റഡ് ആസ് SI യൂണിറ്റ്. അതായത് ഇതിന് പറയുന്നതാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ലോകത്ത് എല്ലായിടത്തും അത് സെയിം ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു മനുഷ്യന് ഒരു അമേരിക്കയിലുള്ള ആളിനെ കണ്ടിട്ട് എനിക്ക് 1 മീറ്റർ എന്താ പറയുക റിബൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരേ അളവായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. അതിനെ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള SI യൂണിറ്റ് എന്നാണ് പറയുന്നത്. Now you might have understood how parts of vehicles and equipment we use, even if manufactured in different countries, can be perfectly assembled in any factory in the world. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും നമ്മൾ പാഠം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആ സംശയം ആ കുട്ടിയുടെ മാറിയിട്ടുണ്ടാവും. കാരണം ലോകത്ത് എവിടെയാണെങ്കിലും SI യൂണിറ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങളും കറക്റ്റായിട്ട് പെർഫെക്റ്റ്ലി അസംബിൾ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം സെയിം ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് പഠിച്ചു വെക്കണം. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആർ റിക്വയർഡ് ഫോർ ദ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. ലാർജർ യൂണിറ്റ്സ് ആർ യൂസ്ഡ് for larger quantities and smaller units for smaller quantities. Different units of length. ലെങ്ത്തിന് പല യൂണിറ്റുകളുണ്ട്. The SI unit of length is meter. Its symbol is M, small letter M. അതായത് SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ M ആണ്. അത് ഓർത്ത് വയ്ക്കാം. സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ എക്സെട്ര അതർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. പക്ഷേ ഇതിന് പല തരത്തിലുള്ള മറ്റുള്ള യൂണിറ്റ്സും ഉണ്ട് ലെങ്ത്തിന്. ഏതൊക്കെയാണ്? സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് ദം. നമുക്കതൊക്കെ ഒന്ന് പരിചയപ്പെടാം. This picture showed a part of a meter scale. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ആ ചിത്രം ഏതാണ്? അതായത് ഒരു മീറ്റർ സ്കെയിലിനെ കൊടുത്തിട്ടുള്ളത്. ടേക്ക് എ മീറ്റർ സ്കെയിൽ ഫ്രം ദ സയൻസ് ലാബ് ആൻഡ് എക്സാമിൻ. നിങ്ങൾ സയൻസ് ലാബിൽ നിന്ന് ഒരു മീറ്റർ സ്കെയിൽ എടുത്തിട്ട് അത് പരിശോധിക്കുക. യു ക്യാൻ സീ സ്മോൾ ആൻഡ് ലാർജ് ലൈൻസ് ഓൺ ദ മീറ്റർ സ്കെയിൽ. നിങ്ങൾക്ക് അതിൽ വലിയ വരകളും ചെറിയ വരകളും കാണാൻ സാധിക്കും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ലാർജ് ലൈൻസ് ഈസ് 1 സെൻറ്റിമീറ്റർ. അതായത് തുടർച്ചയായി വരുന്ന 2 ലാർജ് വരകളുടെ ഇടയിലുള്ള സ്ഥലത്തെ ദൂരത്തെയാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്മോൾ ലൈൻസ് ഈസ് 1 മില്ലിമീറ്റർ. അതുപോലെ തന്നെ 2 ചെറിയ വരകൾക്കിടയിലുള്ള ആ ദൂരത്തെ നമ്മൾ 1 മില്ലിമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണെന്നും 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്താണെന്നും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് മനസ്സിലാകണമെങ്കിൽ കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ ഇത് കാണിച്ചു തരുന്നതാണ് ഇത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ളതിൻ്റെ ആ ഒരു ബന്ധം മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിൽ നമുക്കൊരു ലൈറ്റ് സ്പീഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഫർദർ റീഡിംഗ് ആണ്. ഇതിൽ നിന്ന് ചോദ്യങ്ങളൊന്നും പരീക്ഷയ്ക്ക് വരില്ല. അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അത് പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങളിത് വായിച്ച് പഠിക്കാനോ ഒന്നും ആവശ്യമില്ല. ഫർദർ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ 1 മീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ 1 മീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്റർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, then are the situations where we have used smaller measurements. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെറിയ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. പേ അറ്റൻഷൻ ടു ദ നോട്ടീസ് ഓഫ് മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു നോട്ടീസാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ പ്രോഹിബിറ്റഡ് നിരോധിച്ചു എന്നാണ് പറയുന്നത്. ദ സെയിൽ ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ് ബിലോ 13 മൈക്രോൺ ഈസ് പ്രോഹിബിറ്റഡ് ഇൻ ഷോപ്സ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് മുനിസിപ്പാലിറ്റി വിത്ത് എഫക്ട് ഫ്രം 30/10/2022. 30/10/2022 മുതൽ
30 മൈക്രോണിൽ താഴെയുള്ള ബിലോയുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ചു എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ മെഷർമെൻറ്റ് മെൻഷൻ ഇൻ ദിസ് നോട്ടീസ്? എന്താണ് 13 മൈക്രോം എന്ന് പറയുന്നതാണ് മെഷർമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൈക്രോൺ ഈസ് അബ്രീവിയേഷൻസ് ഓഫ് മൈക്രോമീറ്റർ. അതായത് മൈക്രോൺ എന്ന് പറയുന്നത് അതിൻ്റെ ചുരുക്ക പേരാണ്. അതായത് മൈക്രോമീറ്ററിൻ്റെ ചുരുക്ക പേരാണ് മൈക്രോൺ എന്ന് പറയുന്നത്. ഹൗ മെനി മൈക്രോമീറ്റേഴ്സ് വുഡ് മേക്ക് 1 മീറ്റർ? അതായത് 1 മീറ്റർ ആകണമെങ്കിൽ എത്ര മൈക്രോമീറ്റേഴ്സ് ഉണ്ടാകണം? നമുക്ക് 10 lakh മൈക്രോമീറ്റർ ഉണ്ടായിരിക്കണം. 1 10 100 1000 10,000 lakh 10 lakh 10 lakh മൈക്രോമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. Space. There are also situations where we need units larger than meter. അതായത് പല സ്ഥലങ്ങളിൽ നമുക്ക് യൂണിറ്റുകളേക്കാൾ ലാർജർ ആയിട്ട് നമ്മൾ എന്താവോ യൂണിറ്റ്സ് ലാർജർ ദാൻ മീറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദ അബ്രീവിയേഷൻസ് കിലോമീറ്റർ ഓൺ ദ ട്രാഫിക് സൈൻ സ്റ്റാൻഡ്സ് ഫോർ കിലോമീറ്റർ. അതായത് കിലോമീറ്ററിൻ്റെ ചുരുക്കപ്പേര്, അതായത് കിലോമീറ്റർ എന്ന് പറയുന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നമ്മൾ സ്മോൾ ലെറ്റർ കെയും സ്മോൾ ലെറ്റർ എമ്മും കൂടിയിട്ടുള്ള KM എന്ന് പറയുന്നത്. അത് ചുരുക്കപ്പേരാണ്. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ആർ ദർ സിറ്റുവേഷൻസ് where we need larger units? Read the following excerpt from a science article. അതായത് സയൻസ് ആർട്ടിക്കിൾ കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പേർട്ടാണ് കൊടുത്തിട്ടുള്ളത്. സ്കെയിൽ ഓഫ് എ സോളാർ സിസ്റ്റം. അതായത് സോളാർ സിസ്റ്റത്തിൻ്റെ സ്കെയിലാണ് പറയുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അതായത് AU is the average distance from earth to sun. അതായത് എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ഒരു ആവറേജ് ദൂരമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 150 മില്യൺ കിലോമീറ്റർ. അതായത് ഏകദേശം 150 മില്യൺ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഏകദേശം നീളം എന്ന് പറയുന്നത്. ഡിസ്റ്റൻസിൻ്റെ ആ ഒരു ഇത് പറയുന്നത് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ദ ലൈറ്റ് ഇയർ ഈസ് എ ഡിസ്റ്റൻസ് ലൈറ്റ് ട്രാവൽ ഇൻ എ ഇയർ ഇൻ എ വാക്കത്തിലൂടെ അല്ലെങ്കിൽ എയറിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് ആണ് ഒരു വർഷത്തിൽ. ലൈറ്റ് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 3 lakh kilometers per second ആണ്. ഡിസ്കസ് ദ സിറ്റുവേഷൻസ് where the unit measure in the article are used. AIU ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് അതൊക്കെയാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് അതൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്ത മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ദെൻ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് മാസിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് പഠിച്ചു. ദെൻ ഇപ്പോൾ പഠിക്കാവുന്നതാണ് ഡിഫറെൻറ്റ് യൂണിറ്റ് ഓഫ് മാസ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ വെയിറ്റിംഗ് ആപ്പിൾ ഇൻ എ ഷോപ്പിൽ ആപ്പിളിൻ്റെ തൂക്കം നോക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ദ വെയിറ്റ് മെഷർ ഈസ് ബൈ പ്ലേസിംഗ് വെയിറ്റ് ബ്ലോക്സ് ഓൺ വൺ സൈഡ് ഓൺ ദ സ്കെയിൽ. അപ്പോൾ എന്താണ് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ നമ്മൾ അതായത് 2 സൈഡുകളിലുള്ളത് വെച്ചിട്ട് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു വെയിറ്റ് ബ്ലോക്സ്, 1 കിലോ വെയിറ്റ് ബ്ലോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സാധനം എടുക്കുമ്പോൾ അതേ തൂക്കം വരും. സെയിം മാസ് ആസ് സെയിം വെയിറ്റ് എന്നാണ് പറയുന്നത്. ദെൻ വി ഹാവ് ടു ദിസ് ഈസ് ഡൺ ടു എൻഷുർ ദ ആപ്പിൾ ഈസ് ഹാവ് ദ സെയിം മാസ് ആസ് വെയിറ്റ് ഓഫ് ബ്ലോക്സ്. ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്നഡ് ഇൻ എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാസ്. അതായത് ഒരു സബ്സ്റ്റൻസ് വസ്തുവിലുണ്ടാകുന്ന ഭാരത്തെ, തൂക്കത്തെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. എക്സാമിൻ ദ പിക്ചർ ഓഫ് the weight block shown in the figure 1.24 ഉള്ള പിക്ചർ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. What is written on them? എന്താണ്? The unit of mass is the kilogram. Its symbol is small letter K and small letter G. കിലോഗ്രാം അതിൻ്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ മാസ് എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ഇതൊക്കെ എന്തായാലും പഠിച്ചു വെക്കുക. ഇനിയുള്ള കാലത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇനി പഠിക്കുന്ന എല്ലാ കാലത്തും നിങ്ങൾക്ക് ഇത് എന്തായാലും ഓർമ്മ വേണം. ലെങ്ത്തിൻ്റെ മീറ്റർ എന്താ, ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താ, മാസിൻ്റെ യൂണിറ്റ് എന്താ, ടൈമിൻ്റെ യൂണിറ്റ് എന്താ എന്നൊക്കെ പഠിക്കണം. Do we need units other than kilogram for mass? You might have noticed the quantity of a toothpaste and a tablet printed on their package. What does it mean? അതായത് നമ്മൾ പറഞ്ഞു കിലോഗ്രാം എന്ന് പറയുന്നതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പാരസെറ്റമോളൊക്കെ നോക്കുകയാണെങ്കിൽ, ഡോളോ അതൊക്കെ പറയുന്നത് നോക്കുകയാണെങ്കിൽ, ടൂത്ത് പേസ്റ്റൊക്കെ അതിൽ കിലോഗ്രാം അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ്? അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ എന്താണ് 200 G എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ G മീൻസ് ഗ്രാം ആണ്. അതുപോലെ തന്നെ ആ ടാബ്ലറ്റിൽ കൊടുത്തിട്ടുള്ളത് 650 mg എന്നാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് മനസ്സിലാക്കുന്നത്? അതായത് മില്ലിഗ്രാം ആൻഡ് ഗ്രാം ആർ ദ സ്മോളർ യൂണിറ്റ് ഓഫ് മാസ്. അതായത് ലെങ്ത്തിന് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ എന്ന് പറയുന്ന പോലെ സ്മോളർ യൂണിറ്റ്സ് ഉള്ള പോലെ മാസിനും എന്താണ് സ്മോളർ യൂണിറ്റ്സ് ഉണ്ട്. അതാണ് മില്ലിഗ്രാം
കിലോഗ്രാം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഗ്രാം എന്ന് പറയുന്നതും. ഒരു ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 1 കിലോ എന്ന് പറയുന്നത് 1000 ഗ്രാം ആണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണെന്ന് മനസ്സിലാക്കുക. ദെൻ ഹാവ് യു ഹേർഡ് എനി ലാർജർ യൂണിറ്റ്സ് ഓഫ് മാസ്? മാസിൻ്റെ നിങ്ങൾ ലാർജർ യൂണിറ്റ്സ് കേട്ടിട്ടുണ്ടോ? യു മൈറ്റ് ഹാവ് സീ ദ ട്രക്സ് ഓഫ് ക്യാരിയിങ് ലോഡ്. വാട്ട് ആർ ദ ലാർജർ യൂണിറ്റ്സ് കോമൺലി യൂസ്ഡ് ഇൻ സച്ച് സിറ്റുവേഷൻസ്? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏത് ലാർജർ യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ മാസിൻ്റെ വലുതാക്കിയിട്ട് നമ്മൾ ഈ ലാർജർ ക്യാരിയിങ് ലോഡിലൊക്കെ പറയുന്നത് ക്വിൻറ്റൽ, ടൺ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതായത് ക്വിൻറ്റൽ എന്ന് പറയുന്നത് 100 കിലോൻ എന്താണ് 100 കിലോമാണ് 1 ക്വിൻറ്റൽ എന്ന് പറയുന്നത്. ടൺ എന്ന് പറയുന്നത് 1 ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. അപ്പോൾ അതാണ് നമ്മൾ ലാർജർ ആയിട്ടുള്ള മാസിനെ സിമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വിൻറ്റൽ ആൻഡ് ടൺ ഓൺ ദ ലാർജർ യൂണിറ്റ് ഓഫ് മാസ്. മാസിൻ്റെ ചെറിയ യൂണിറ്റ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ലാർജർ യൂണിറ്റ് എന്നാണ് ക്വിൻറ്റലും ടണ്ണും. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂണിറ്റ് ഓഫ് മാസ് ആൻഡ് കിലോഗ്രാം ഫ്രം ദ ടേബിൾ. ഈ തന്നിട്ടുള്ള ടേബിളിൽ നിന്ന് യൂണിറ്റ് ഓഫ് മാസിൻ്റെയും കിലോഗ്രാമും തമ്മിലുള്ള ആ ബന്ധം മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? മില്ലിഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? 1 10 100 1000 10,000 lakh 10 lakh മില്ലിഗ്രാം ആണ്. ദെൻ ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. അതുപോലെ ക്വിൻറ്റൽ എന്ന് പറയുന്നത് 1 ക്വിൻറ്റൽ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. ടൺ എന്ന് പറയുന്നത് 1 ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. ഇത് ക്വിൻറ്റൽ 100 കിലോഗ്രാം ആണ് കേട്ടോ. 100 കിലോഗ്രാം 1 ടൺ 1000 കിലോഗ്രാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഡിഫറെൻറ്റ് യൂണിറ്റ് ഓഫ് ടൈം. ഇനി ടൈമിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റുകളാണ് പറയുന്നത്. ദ SI യൂണിറ്റ് ഓഫ് ടൈം ഈസ് ദ സെക്കൻഡ്. സെക്കൻഡ് എന്ന് പറയുന്നതാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ S ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ലെങ്ത് പഠിച്ചു, അതുപോലെ തന്നെ എന്താ പഠിച്ചത്? മീറ്റർ അത് പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാസ് പഠിച്ചു. ദെൻ ഇനി പഠിക്കുന്നതാണ് ടൈം എന്ന് പറയുന്നത്. ടൈമിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് എന്നാണ്. ദെൻ മിനിറ്റ് ആൻഡ് ഹവേഴ്സ് ആർ ദ അതർ യൂണിറ്റ്സ് യൂസ്ഡ് ടു ഡിനോട്ട് ടൈം. ടൈമിനെ ഡിനോട്ട് ചെയ്യുന്ന മറ്റുള്ള യൂണിറ്റുകളാണ് മിനിറ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ മണിക്കൂർ, ഹവർ എന്ന് പറയുന്നതും. ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് യൂണിറ്റ്സ് ആൻഡ് സെക്കൻഡ്. അതായത് ഈ യൂണിറ്റും സെക്കൻഡും തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിനിറ്റ് എന്ന് പറയുന്നത്, 1 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 60 സെക്കൻഡ് ആണെന്ന്. ദെൻ ഹവർ, 1 അവർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? അതായത് 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണെന്ന് അറിയാം. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണെന്നറിയാം. അപ്പോൾ 60 മിനിറ്റിനെ നമ്മൾ 60 എത്ര സെക്കൻഡ് ആണ്? അപ്പോൾ 60 × 60 സെക്കൻഡും 60 മിനിറ്റും കൂടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3600 സെക്കൻഡ് ആണ് 1 മണിക്കൂർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ടോപ്പിക്കാണ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം ഡിറൈവ്ഡ് യൂണിറ്റ് ആണെന്ന് നമുക്കറിയാം. ദെൻ ദ വോളിയം ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഇറ്റ് ഓക്യുപ്പൈഡ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ സ്ഥലം നിൽക്കാനുള്ള, ഇപ്പോൾ ഒരു സാധനം നമ്മളിപ്പോൾ ഒരു ബോക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ ബോക്സ് എവിടെ വെക്കാനുള്ള സ്ഥലത്തെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. ഡു യു റിമെമ്പർ ദ മെഷറിങ് ദ വോളിയം ഓഫ് എ വാട്ടർ ഇൻ എ ബക്കറ്റ്? നമ്മൾ നേരത്തെ ചെയ്തതായിരുന്നു ഒരു ബക്കറ്റിൽ വെള്ളം നിറക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഓർമ്മയില്ല. വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് വോളിയം? അപ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ് നിങ്ങൾക്കറിയാം. അതായത് SI യൂണിറ്റ് ഓഫ് വോളിയം ഈസ് ക്യൂബിക് മീറ്റർ. ഇറ്റ് സിമ്പിൾ ഈസ് M എന്ന് എഴുതിയിട്ട് മേലെ 3 m ക്യൂബ് എന്നാണ് നമ്മളതിന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂബിക് മീറ്റർ ആണ്. ദെൻ ദ ഫിഗർ ഷോ ദ 1000 ക്യൂബിക്സ് ഈച്ച് ഓഫ് സൈഡ്സ് ഓഫ് 1 സെൻറ്റിമീറ്റർ അറേഞ്ച് ടു ഫോം എ ലാർജ് ക്യൂബ്. അതായത് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ 1000 ക്യൂബ്സ് വെച്ചിട്ടുണ്ട്. ഓരോന്നിനും 1 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ അങ്ങനെ ഒരു ലാർജർ ക്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഫ് ദ വോളിയം ഓഫ് ദ ലാർജർ ക്യൂബ് ഈസ് 1 ലിറ്റർ, അതായത് ആ ലാർജർ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1 ലിറ്റർ ആണെങ്കിൽ ക്യാൻ യു കംപ്ലീറ്റ് ദ റൈറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വാരിയസ് യൂണിറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഫിഗർ. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 എന്താണ് മില്ലിമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഡെൻസിറ്റി, അതായത് സാന്ദ്രത എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇവിടെ ഒരാൾ പറയുന്നതാണ് വൈ ഈസ് ഡെൻസിറ്റി ഡിസ്പ്ലേഡ് ഓൺ ദ ഫ്യൂവൽ ഡിസപ്പിയർ ഇൻ എ പെട്രോൾ പമ്പ്. അതായത് ഈ പെട്രോൾ പമ്പുകളുടെ സെൻറ്ററുകളിലൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രദർശിപ്പിക്കുന്നത്, എന്തിനാണ് ഡെൻസിറ്റി നമ്മളിങ്ങനെ അപ്പിയർ ചെയ്യുന്നത് എന്തിനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ദെൻ ടേക്ക് എ കാർഡ്ബോർഡ് ബോക്സ് ആൻഡ് കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം. നിങ്ങളൊരു കാർഡ്ബോർഡ് പെട്ടി എടുത്തിട്ട് അതിൻ്റെ വോളിയം നിങ്ങളോട്
നിങ്ങളോട് കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫിൽ ഇറ്റ് വിത്ത് സോഡസ്റ്റ് ആൻഡ് മെഷർ ഇറ്റ് മാസ്. അതായത് നിങ്ങൾ അതിൽ സോഡസ്റ്റ് അതായത് മരപ്പൊടി നിറച്ചിട്ട് അതിൻ്റെ മാസ് കണ്ടുപിടിക്കുക. ദെൻ റീപ്ലേസ് ഇറ്റ് വിത്ത് സാൻഡ് ആൻഡ് ഫൈൻ ഇറ്റ്സ് മാസ്. ടാബ്ലേറ്റ് ദ ഫൈൻഡിങ്സ്. അതായത് അതിന് ശേഷമാണ് ഒരു നിറച്ചിട്ട് അതിൻ്റെ മാസും നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ അതിൻ്റെ എന്താണ് ആ ടേബിളിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എഴുതിയിട്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ് അപ്പോൾ അത് നിങ്ങൾ കണക്ക് കൂട്ടിയൊക്കെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്നതാണ്. അതായത് മാസ് എത്രയാണെന്ന് ഓരോരുത്തർ എടുക്കുന്നത് വ്യത്യസ്തമായിരിക്കും, അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതാത്തത്. ദെൻ അടുത്തത് മാസ് ബൈ വോളിയം റെപ്രസെൻറ്റ് ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം. അതായത് മാസ് അതുപോലെ തന്നെ വോളിയം എന്ന് പറയുന്നത് ആ യൂണിറ്റിൻ്റെ ഇതിൻ്റെ എന്താണ് സബ്സ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് വോളിയം ആണെന്ന് മനസ്സിലാക്കുക. ദെൻ ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ഇറ്റ്സ് ഡെൻസിറ്റി. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻസിറ്റി കണക്കാക്കണമെങ്കിൽ നമ്മൾ മാസ് ബൈ വോളിയം ആണ് ചെയ്യേണ്ടത്. ഇൻ ദ ടേബിൾ ഗിവൻ even though the volume of sawdust and sand is the same, see how the mass per unit volume is calculated. If the volume is the same, object will higher mass will have higher density. In the case of particular substances, density is a fixed number. അതായത് ഇപ്പോൾ നമ്മൾ ഈ മരപ്പൊടിയും മണലും എടുക്കുമ്പോൾ അതിൻ്റെ എന്താണ് വോളിയം ആണെങ്കിലും യൂണിറ്റിൻ്റെ ഇതാണെങ്കിലും എന്താണ് മാസ് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ആ വോളിയം എന്ന് പറയുന്നത് തുല്യമായിട്ടുള്ള വസ്തുക്കളിലായിരിക്കും മാസ് കൂടുതലുള്ള വസ്തുക്കളിൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. Now you can understand why density is displayed on the fuel dispenser in a petrol pump. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് പെട്രോൾ പമ്പുകളിൽ ഡെൻസിറ്റി ഒക്കെ സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. In 1916 an international conference held in Paris approved the International System of Units or SI unit as the universal system of unit for measurement. Under the system, units were assigned to all the fundamental quantities. Fundamental quantities are the units of fundamental quantities. അതായത് എന്താണ് 1960 പാരീസിൽ നടന്നിട്ടുള്ള രാജ്യങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു സമ്മേളനത്തിന് SI യൂണിറ്റ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അതായത് യൂണിവേഴ്സൽ സിസ്റ്റം യൂണിറ്റുകളെ കണക്കാക്കുന്ന മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ അപ്രൂവൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ യൂണിറ്റ്സ് ഫോർ അസൈൻ ടു ഓൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അതനുസരിച്ചിട്ടാണ് എല്ലാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് യൂണിറ്റ്സ് ഒക്കെ ഉള്ളത്. ദെൻ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു പൊതുവായിട്ടുള്ള അതായത് ഒരു അടിസ്ഥാനമായിട്ടുള്ള യൂണിറ്റ് ആണെന്നാണ് പറയുന്നത്. ദെൻ നോട്ട് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ദെയർ സിമ്പിൾസ്. അതായത് താഴെ കുറച്ച് സിമ്പിൾസും അതുപോലെ തന്നെ അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് മീറ്റർ ലെങ്ത്തിന് മീറ്റർ ആണ്, എം ആണ് സിമ്പിൾ. ദെൻ മാസ് കിലോഗ്രാം, kg, ടൈം സെക്കൻഡ്, എസ്, ടെമ്പറേച്ചർ കെൽവിൻ നമ്മൾ ചെയ്യുമ്പോൾ സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ K ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഇലക്ട്രിക് കറൻറ്റ് ആംപിയർ, അതും നമ്മൾ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ A ആയിരിക്കും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് മോൾ ആണ്, നമ്മൾ എഴുതുമ്പോൾ മോൾ എന്നാണ്. ദെൻ ലുമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല, അതായത് CD എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് എന്തായാലും പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്യാരക്ടറൈസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പഠിക്കണം. ദെയർ ആർ സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്സ്. അതായത് എന്താണ് അതിന് സ്റ്റാൻഡർഡൈസ്ഡ് ഏകീകൃത യൂണിറ്റുകൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണലി ആക്സെപ്റ്റബിൾ ആണ്. ദെൻ ദി യൂണിറ്റ്സ് ഓഫ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ദിസ് യൂണിറ്റ്. മറ്റുള്ള എല്ലാ യൂണിറ്റുകളും ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ് നമ്മുടെ ഏരിയ, വോളിയം എന്നൊക്കെ പറയുന്നത്. ദെൻ അതാണ് നമ്മൾ പഠിക്കുന്നത്. വി ഹാവ് ലേൺ ദാറ്റ് അബൌട്ട് derived quantities such as volume, density. Those units are obtained from fundamental units. അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന യൂണിറ്റ്സുകളാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. വോളിയം, ഏരിയ, ഡെൻസിറ്റി എന്ന് പറയുന്നതൊക്കെ ഡിറൈവ്ഡ് യൂണിറ്റ്സിൻ്റെ എക്സാമ്പിൾ ആണ്. Then we can write the derived units by relating fundamental units one another. Then derived units are formed using fundamental units. Derived units ഉണ്ടാകുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്നാണ്. See how derived units are formulated in the table given below. അതായത് നമുക്ക് നോക്കാം. ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമ്മൾ M എന്നാണ് പറയുന്നത് ലെങ്ത്തിനെ സിംബലൈസ് ചെയ്യുന്നത്. ദെൻ ബ്രെഡ്ത്തിനെയും M ആണ്. അപ്പോൾ എന്താണ് M² എന്നാണ് വരുന്നത് അതിൻ്റെ യൂണിറ്റ്. ദെൻ വോളിയം നോക്കുകയാണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ M ഇൻറ്റു M അതായത് M³ എന്നാണ് വരിക. ദെൻ ഡെൻസിറ്റി നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ്. മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്, വോളിയം M³ ആണ്. കിലോഗ്രാം പെർ M³ എന്നാണ് നമ്മുടെ യൂണിറ്റ്
യൂണിറ്റ് ആയിട്ട് ഡെൻസിറ്റിയുടെ വരുന്നത്. Now try a definition of for derived units. അതായത് derived unitsന്റെ ഡെഫിനിഷൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിലേക്കൊക്കെ എഴുതുമ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. എന്താണ്? അതായത് derived units are the units that can be stated using fundamental units or depend on fundamental units. അതായത് ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചിരിക്കുന്നതുമാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. then അടുത്തത് റൂൾസ് ഫോർ റൈറ്റിംഗ് യൂണിറ്റ്സ്. അതായത് യൂണിറ്റുകൾ എഴുതുമ്പോൾ കുറച്ച് നിയമങ്ങളുണ്ട്, പാലിക്കേണ്ട നിയമങ്ങൾ. അത് നോക്കാം. വാട്ട് ആർ ദ റൂൾസ് ടു ബി ഫോളോഡ് ഇന്റർനാഷണലി when writing units and their symbols. അതായത് നമ്മൾ ഈ യൂണിറ്റ്സുകളും അതുപോലെ തന്നെ അതിൻ്റെ സിമ്പിൾസും എഴുതുമ്പോൾ അതായത് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ ഏതെല്ലാമാണ്? ഒബ്സർവ് ദ കറക്റ്റ് നൊട്ടേഷൻ ഓഫ് യൂണിറ്റ്സ് ഫോർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇവിടെ കൊടുത്തിട്ടുള്ള ശരിയായിട്ടുള്ള നൊട്ടേഷൻ മനസ്സിലാക്കിയിട്ട് അത് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. then ഇവിടെ ക്വാണ്ടിറ്റി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാസ് ഓഫ് 1.5 ലിറ്റർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ യൂണിറ്റിൽ എഴുതുമ്പോൾ 1.5 കിലോഗ്രാം എന്നാണ് അയക്കുക. അതുപോലെ തന്നെയാണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. Then the table below shows the common errors that may occur when writing units. അതായത് നമ്മൾ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ യൂണിറ്റ് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ചില മിസ്റ്റേക്സ് ആണ്. then you have to compare each of this and write the versions that suggest general rule for each. അതായത് ഓരോത്തിനെയും ജനറൽ റൂൾ എഴുതാനാണ്. then ഫസ്റ്റ് ആണ് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എഴുതുമ്പോൾ യൂസ് ലോവർ കേസ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. then അടുത്തത് എന്താണ്? നമ്മൾ അങ്ങനെ എഴുതാൻ പാടില്ല, KGS എന്ന് എഴുതാൻ പാടില്ല, അത് റോങ് ആണ്. ഡോണ്ട് യൂസ് പ്ലൂറൽ ഫോം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതിന് അടുത്തത് 1000 കിലോഗ്രാം പെർ m³ എന്ന് പറയുന്നത് 1.5 കിലോഗ്രാം എന്ന്. അതായത് ലീവ് എ സ്പേസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് ദ സിമ്പിൾ. അതായത് ഒരു സ്പേസ് കൊടുക്കണം എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്തത് 100 കിലോഗ്രാം എന്താണ് നമ്മൾ m/m എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കമ്പൈൻ ദ സെയിം യൂണിറ്റ്സ്. അതായത് അങ്ങനെ എഴുതുന്നതിന് പകരം m³ എന്ന് എഴുതുക. ഓക്കെ. അതിന് അടുത്തത് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തത് 1 കിലോ 500 ഗ്രാം. ഡോണ്ട് യൂസ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ദ സെയിം മെഷർമെൻറ്റ്. അതായത് ഒരു ഡിഫറെൻറ്റ് ആയിട്ടുള്ള യൂണിറ്റ് ഒരേ മെഷർമെൻറ്റിന് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നൗ ലെറ്റ്സ് ഫെമിലിയർ വിത്ത് സം അതർ റൂൾ. അതായത് ചില നിയമവലികൾ കൂടിയുണ്ട്, അത് നമുക്കൊന്ന് പരിചയപ്പെടാം. കൊടുത്തിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫോഴ്സ് ആണ്. കറക്റ്റ് മെത്തേഡ് n ആണ്, ഇൻകറക്റ്റ് മെത്തേഡ് n. അതായത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ ഇടാൻ പാടില്ല, ക്യാപിറ്റൽ ലെറ്റർ n ആണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ റൂൾ എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് ദ യൂണിറ്റ്സ് ഫോംഡ് ഫ്രം ദ നെയിംസ് ഓഫ് ഇൻഡിവിജ്വൽ ഷുഡ് ബി റൈറ്റൻ ഇൻ ദ അപ്പർ കേസ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതായത് നിങ്ങൾ ഒരു പേര് വെച്ചിട്ടാണ്, ന്യൂട്ടൺ എന്ന് പറയുന്ന പേരാണ്, അപ്പോൾ ഒരു വ്യക്തിയുടെ പേരായതുകൊണ്ട് തന്നെ നമ്മളത് ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. ദെൻ ലെങ്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ആണ്. ദെൻ അതുപോലെ തന്നെ 6 സെൻറ്റിമീറ്റർ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക്. ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് നോ ഫുൾ സ്റ്റോപ്പ് ഓർ കോമ ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ ദ സിമ്പിൾ. സിമ്പിളിന് ശേഷം നമ്മൾ ഫുൾ സ്റ്റോപ്പോ കോമയോ എന്നും ഉപയോഗിക്കാൻ പാടില്ല. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസസ്. നമ്മൾ ഒരു സെൻറ്റൻസ് കഴിഞ്ഞതിന് അവസാനം മാത്രമാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പോ കോമയോ യൂസ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് എനർജി n കുത്ത് m എന്നുണ്ട്, അത് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഇൻകറക്റ്റ് ആണ്. nm എന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പ് ഓർ സ്ലാഷ് സ്പേസ് ഷുഡ് ബി യൂസ്ഡ് ബിറ്റ്വീൻ ദ യൂണിറ്റ്സ് ഫോംഡ് ആസ് മൾട്ടിപ്പിൾ യൂണിറ്റ്സ്. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്? അടുത്തത് ടോപ്പിക്കാണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? വാട്ട് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് യു ടു മെഷർ ലെങ്ത്? ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൻ. നിങ്ങൾ എന്തൊക്കെ ഉപകരണങ്ങളാണ് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടാകും അല്ലേ? അതായത് ഇവിടെ സ്കെയിലുണ്ട്, അതുപോലെ ടേപ്പ് ഉണ്ട്, അത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ മെഷർ ദ ലെങ്ത് ഓഫ് എ പെൻ യൂസിങ് എ സ്കെയിൽ. അതായത് നിങ്ങളൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു പെന്നിൻ്റെ ലെങ്ത് നിങ്ങൾ നോക്കുക. ദെൻ റൈറ്റ് ഇറ്റ് ഡൗൺ, നിങ്ങൾ താഴെ എഴുതുക. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കാം, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. Then also measuring a tape to determine your height. നിങ്ങളുടെ ഹൈറ്റ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യാം. ആൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ദി സ്കെയിൽ ഓർ ടാപ്പ് യൂസ്ഡ്? നിങ്ങൾ എന്ത് യൂണിറ്റ് ആണ് യൂസ് ചെയ്തതെന്ന് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ അപ്പോൾ നിങ്ങൾ അവിടെ എഴുതുക ലെങ്ത് ഓഫ് എ പെൻ, യുവർ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർ ഹൈറ്റും വ്യത്യസ്തമാണ്. ദെൻ വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് മെഷർമെൻറ്റ് പോസിബിൾ യൂസിങ് എ സ്കെയിൽ മെഷറിംഗ് ടാപ്പ്? ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്, ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് എ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് ലീസ്റ്റ് കൗണ്ട്. ഉപകരണം ഉപയോഗിച്ചിട്ട് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞിട്ടുള്ള അളവിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ കോമൺലി യൂസ്ഡ് ഇൻ 0.1 സെക്കൻഡ്. അതായത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് സ്കെയിലിൽ 0.1 സെൻറ്റിമീറ്റർ ആണ് ഏറ്റവും ലീസ്റ്റ് കൗണ്ടായിട്ട് യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് മെഷറിങ് ദ തിക്നെസ് ഓഫ് പേപ്പർ യൂസിങ് എ സ്കെയിൽ. ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു പേപ്പറിൻ്റെ മെഷർ ചെയ്യാനാണ്, തിക്നെസ് മെഷർ ചെയ്യാനാണ്. ദെൻ പേപ്പർ, ദ ഫിഗർ ഷോസ് സം പേപ്പർ സ്റ്റാക്ക്ഡ് ടുഗദർ. മെഷർ ദ തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റാക്ക് ആൻഡ് ഇറ്റ് റൗണ്ട് ഡൗൺ. അതായത് ഇവിടെ ഈ ചിത്രത്തിൽ പേപ്പറുകൾ അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പേപ്പറുകൾ അടുക്കി വെച്ചിട്ടുള്ള അതിൻ്റെ ഖനം നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പേപ്പർ ഇൻ ദ പേപ്പർ സ്റ്റോക്ക് എത്രയാണോ അത് എഴുതുക. അപ്പോൾ 500 എന്ന് എഴുതുക നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണ് 100 ആണെങ്കിൽ 100 എന്ന് എഴുതുക. ദെൻ തിക്നെസ് നോക്കുക. അപ്പോൾ തിക്നെസ് നമുക്ക് 55 അല്ലെങ്കിൽ 60, കുറച്ചും കൂടി കട്ടിയുള്ളതാണെങ്കിൽ 16 ഒക്കെയാണ് വരിക. 60 mm എന്ന് എഴുതാം. ദെൻ അടുത്തത് തിക്നെസ് ഓഫ് 1 പേപ്പർ നോക്കുകയാണെങ്കിൽ തിക്നെസ് ഓഫ് 1 പേപ്പർ സ്റ്റോക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേപ്പേഴ്സ് ആണ്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 0.11 mm എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് മെഷറിങ് ദ വോളിയം യൂസിങ് എ മെഷറിങ് ജാർ. അതായത് ഒരു വോളിയം നോക്കാനാണ് ഒരു മെഷറിങ് ജാർ വെച്ചിട്ട്. ലെറ്റ്സ് ട്രൈ ടു വോളിയം ഓഫ് എ സ്റ്റോൺ. നമുക്കൊരു കല്ലിൻ്റെ വോളിയം നോക്കാം. ദെൻ പൂർ സം വാട്ടർ ഇൻ ടു എ മെഷറിങ് ജാർ ആൻഡ് മാർക്ക് ഇറ്റ്സ് ലെവൽ. നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെഷറിങ് ജാറിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ അളവ് കണ്ടുപിടിക്കുക, ഇതിൻ്റെ മാർക്ക് ചെയ്യുക ലെവല്. ദെൻ ടൈ ദ സ്റ്റോൺ വിത്ത് ദ ത്രെഡ് ആൻഡ് ഡിപ്പ് ഇൻ ടു ദ വാട്ടർ. ഒബ്സർവ് ദ in the water level. From this we can calculate the volume of stone which is equal to the volume of water displayed. അപ്പോൾ ആ ചിത്രത്തിലേതുപോലെ നിങ്ങൾ ഈ പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കുക. Then the questions, what is the unit used in the measuring jar? What is the least count of the measuring jar? ലീസ്റ്റ് കൗണ്ട് എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്നത് മില്ലിമീറ്റർ എന്ന് പറയുന്നതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, ആ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 10 ml ഒക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ ഇനീഷ്യൽ വോളിയം നമ്മൾ ഒരു 250 ഒക്കെ ആയിട്ട് എടുക്കുക. ദെൻ അതിനുശേഷം നമ്മൾ സ്റ്റോൺ ഇമേഴ്സ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അത് ഡിപ്പ് ചെയ്തപ്പോൾ നമുക്കൊരു 365 അല്ലെങ്കിൽ 380 നിങ്ങൾ ചെയ്തപ്പോൾ ഏതാണ് കിട്ടിയത് അത് എഴുതിയാൽ മതി. ദെൻ നിങ്ങൾ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ കിട്ടിയിട്ടുള്ള അതും അതുപോലെ തന്നെ ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ള ആ വാട്ടർ ലെവലും കൂടിയിട്ട് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വോളിയം കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 125 ml എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് കിട്ടുക. അപ്പോൾ അതൊക്കെ ശരിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്കാണ് മെഷറിങ് ടൈം യൂസിങ് എ സ്റ്റോപ്പ് വാച്ച്. അതായത് ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് സമയം അളക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ സ്റ്റോപ്പ് വാച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ എ ടൈം ഇൻ്റർവെൽസ്. അതായത് സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുന്നത് സമയത്തിൻ്റെ അതായത് ഇൻ്റർവെൽ നമ്മൾ വേണ്ടിയിട്ട് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആ ചിത്രത്തിലേതുപോലെ എന്താണ് ടൈ എ മെറ്റൽ ബോൾ യൂസിങ് എ ത്രെഡ് ആൻഡ് ഹാങ് ഇറ്റ്. പുൾ ദ ബോൾ സ്ലൈറ്റ്ലി ആൻഡ് റിലീസ് ഇൻ ടു ദ ഓസിലേറ്റ്. ഒബ്സർവ് ദ മോഷൻ. മെഷർ ദ ടൈം ടു ടേക്കൻ 10 ഓസിലേഷൻ യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ആൻഡ് റെക്കോർഡ് ദ മെഷർമെൻറ്റ്സ്. അതായത് ഇത് നിങ്ങൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ ലാബിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. ഓക്കെ, എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിൽ ഹെൽപ്പ് യു ഇൻ ഫർദർ സ്റ്റഡീസ് ആൻഡ് ദ പ്രോപ്പർ യൂസ് ഓഫ് മെഷർമെൻറ്റ്സ് ഇൻ ദ യൂണിറ്റ്സ് ഇൻ ഡെയിലി ലൈഫ്. അതായത് ഇതുപോലെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ തുടർ പഠനത്തിന് വളരെയധികം ഉപകാരപ്രദമാവുകയാണ്, പ്രയോജനപ്പെടുന്നതാണ്. അതാണ് ഈ പാഠത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുപാട് യൂണിറ്റ്സും മെഷർമെൻറ്റും ഒക്കെ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ മുഴുവനായി പഠിക്കുക. ഇനി നമുക്ക് ലെറ്റേഴ്സ് എസ് നോക്കാം. 4 ക്വസ്റ്റ്യൻസ് ആണ്, അതും കൂടി ചെയ്യാം. അപ്പോൾ ലെറ്റേഴ്സ് നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ഔട്ട് ഈച്ച് ഗ്രൂപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. അതായത് ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുകയും അതുപോലെ തന്നെ മറ്റുള്ളവയുടെ കോമൺ ഫീച്ചേഴ്സ് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ് മോൾ. ഇത് ഏതാണ്? കിലോമീറ്റർ ആണ്. ബാക്കിയുള്ളതൊക്കെ SI യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഇത് ബിഗ്ഗർ യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ് കിലോഗ്രാം എന്ന് പറയുന്നത്, കിലോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? മീറ്റർ, ഏരിയ, ടൈം, ഏരിയ, മാസ്, ഇലക്ട്രിക് കറൻറ്റ്. ഇത് ഏതാണ്? ഏരിയയാണ്. കാരണം ബാക്കിയുള്ളതൊക്കെ എന്താണ്? ബേസിക് യൂണിറ്റ് ആണ്. ഏരിയ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ദെൻ അടുത്തത് മൂന്നാമത്തത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്. ഇതിലേതാണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേഴ്സ് ആർ SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിൻ ആണ്. ഇത് അതിൻ്റെ മറ്റൊരു പേരാണ് ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതാണ് അതിലെ ഓഡ് വൺ. രണ്ടാമത്തത് എന്താണ്? ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആർ ഗിവൺ ബിലോ, ഫിൽ ദ ടേബിൾ ബിലോ. അതായത് ലെങ്ത്തിൻ്റെ പലതരത്തിലുള്ള യൂണിറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതായത് കിലോമീറ്റർ എന്ന് പറയുന്നത്, 1 കിലോ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അതിന് അടുത്തത് മില്ലിമീറ്റർ, 1 മീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ എന്താണ്? 100 സെൻറ്റിമീറ്റർ ആണ്.
ദെൻ മൂന്നാമത്തത് കൺവേർട്ട് ദ ഫോളോയിങ് മെഷർമെൻറ്റ് ഇൻ ടു SI യൂണിറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ വാല്യൂസ് മാറ്റാണ്ട് അതിനെ SI യൂണിറ്റിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2000 ഗ്രാം എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആയിട്ടാണ് മാറുക, കാരണം 1 കിലോ 1000 ആണ്. അപ്പോൾ 1000 എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. ദെൻ 1 അവർ എന്ന് പറയുന്നത് എത്രയാണ്? 16 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ 16 മിനിറ്റ് ആകുമ്പോൾ അതിന് 16 × 60 3600 സെക്കൻഡ് ആയിട്ടാണ് വരുന്നത് അതിനെ SI യൂണിറ്റിലേക്ക് ആക്കുമ്പോൾ. ദെൻ 1.5 കിലോമീറ്റർ എന്ന് പറയുന്നത് 1500 മീറ്റർ ആണ്. ദെൻ 200 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്. ദെൻ അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 200 സെൻറ്റിമീറ്റർ 2 മീറ്റർ ആയിട്ടാണ് മാറുക. പിന്നെ അടുത്തത് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് മാസ് ആർ ഗിവൺ ബിലോ, അറേഞ്ച് ദം ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂസ്. അതായത് അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? ആദ്യം മില്ലിഗ്രാം, പിന്നെ ഗ്രാം, പിന്നെ കിലോഗ്രാം, ക്വിൻ്റൽ, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഈ പാഠത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ യൂണിറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫിസിക്സിലെ ഒന്നാമത്തെ പാഠം കൃത്യമായി എന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു പാഠം? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള മറ്റുള്ള 8ാം ക്ലാസ്സിലെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം ഫസ്റ്റ്, സെക്കൻഡ്, സോഷ്യലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളെങ്കിൽ അതൊക്കെ കാണുക, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇതിൽ നോക്കിയിട്ടും നിങ്ങൾക്ക് നോട്ട്സൊക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.